നമ്മുടെ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് അത് സംഭരണത്തിൻ്റെതാണ്. ആവശ്യത്തിന് കോൾഡ് സ്റ്റോറേജുകളില്ല എന്ന പ്രശ്നത്തിനു കൂടി പരിഹാരം കണ്ടെത്തുകയാണ് അനർട്ട്. കമ്പാലത്തറ പാലക്കാടിൻ്റെ ഈ ഭാഗത്തുള്ള കുറേ ഗ്രാമങ്ങളിൽ നിന്നുമുള്ള പച്ചക്കറികളൊക്കെ ഇവിടേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പോരാത്തതിന് നിങ്ങൾക്ക് ഫാമുണ്ട്. ഞങ്ങൾക്ക് ഫാമുണ്ട്. തക്കാളിയുണ്ട്, കുക്കുംബറുണ്ട്, പച്ചക്കറികളുണ്ട്. എല്ലാതരം പച്ചക്കറികളും ചെയ്തുകൊണ്ട് സഹകരണ സംഘം ഇൻഡസ്ട്രിയലിൻ്റെ കീഴിൽ ചെയ്താണ് ഈ ഫാമിങ്ങിന് വേണ്ടിയിട്ട്. കൃഷ്ണൻകുട്ടിയേട്ടൻ ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഇറങ്ങി നടക്കാറുണ്ട് അല്ലേ? കൃഷ്ണൻകുട്ടിയേട്ടൻ തുടങ്ങിയതാണ് ഈ സ്ഥാപനം. ഒരു മന്ത്രിയായപ്പോൾ മുരുകദാസാണ് ഇപ്പോൾ പ്രസിഡന്റ്. ഞാൻ ഈ സ്ഥാപനത്തിന്റെ ഒരു ഡയറക്ടർ പറയാറുണ്ട്, പുതിയ ടെക്നോളജി വേണം പറഞ്ഞിട്ട് ഒരു 100%. അത് വിട്ട് അയാളെ കളിയില്ല. ഇതിപ്പോ ഇങ്ങനെ ഒരു കോൾഡ് സ്റ്റോറേജ് വരുമ്പോൾ ഒരു ഗുണം എന്താ ശരിക്കും? ചില ഞങ്ങളിവിടെ പച്ചക്കറി പറിച്ച് ഗോഡൗണിൽ വെക്കും. ഗോഡൗണിൽ വെച്ച് അന്ന് വിറ്റില്ലെങ്കിൽ ചില സാധനങ്ങൾക്ക് പിറ്റേ ദിവസം നമ്മൾ കളയേണ്ടി വരും. അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ 2 ദിവസം എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റ് കിട്ടും. മാർക്കറ്റിനനുസരിച്ച് നമുക്ക് വിൽക്കാൻ പറ്റും. അപ്പോൾ കൃഷിക്കാർ ഇവിടെ കൊണ്ട് വെക്കുകയാണെന്ന് വെച്ചാൽ അവർക്കും കൂടെ ലാഭം കിട്ടും. പച്ചക്കറിക്കാർ ഈ കച്ചവടക്കാരുണ്ട്, അവരിതുമാതിരി ലോക്കൽ വാങ്ങിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞാൽ അത് നഷ്ടം വരുമ്പോൾ പാതയിൽ വലിച്ചെറിയണം. അവർ വാങ്ങിയ സാധനം തന്നെ 100 രൂപയ്ക്ക് വാങ്ങിയ സാധനം 60 രൂപയ്ക്ക് വിൽക്കും. ആ വരുമ്പോൾ അവന് 40 രൂപ നഷ്ടമാണ്. ആ 100 രൂപയ്ക്ക് ഉള്ള മാർക്കറ്റ് വിലയുള്ള സാധനം പിറ്റേ ദിവസം വരെ വിൽക്കാൻ പറ്റും. ഗുണമാണ്, ഏറ്റവും നല്ലതാണ്, സൗരോർജ്ജമാണ്. മറ്റ് ചെലവില്ല എന്നുള്ളതാണ് അത് ഇംപ്ലിമെന്റ് ചെയ്ത ആൾക്കാർ പറയുന്നത്. അല്പം മാത്രം കറണ്ട് ഉപയോഗിച്ചാൽ മതി, അത് റയർ കേസിൽ. ബാക്കിയുള്ള സമയത്ത് മുഴുവൻ സോളാറിൽ 5 ടണ്ണിന്റെ സോളാറാണ് വെച്ചിട്ടുള്ളത്. അതിൽ 10 വിജേഷാണ് ഇതിന്റെ കോർഡിനേറ്റർ. ശരിക്കും ഓരോന്നിനും എങ്ങനെയാ ചെയ്യാൻ പറ്റണേ? അനേറ്റിന്റെ പാലക്കാട് ജില്ലാ എഞ്ചിനീയറാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോളാർ പവേർഡ് കോൾഡ് സ്റ്റോറേജ് ആണ്. ഇത് സോളാർ പവേർഡ് ആണ്, അതുകൊണ്ട് എക്സ്ട്രാ കറണ്ട് ഒന്നും ആവശ്യമില്ല. നേരത്തെ ഞങ്ങൾ ഈ പമ്പ് കൊടുക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോയിരുന്നു. അവർ പറഞ്ഞത് 7 വർഷമൊക്കെ കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് ആദായം കിട്ടുന്നതാണ്. ഇതും അങ്ങനെയാണോ? തുടക്കം മുതലേ ആദായം കിട്ടി തുടങ്ങുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അനേറ്റിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് സിസ്റ്റം ചെയ്തിരിക്കുന്നത്. ഇത് എല്ലാത്തിനും ഒരേ രീതിയാണ്. എന്താ ഏർപ്പാട്? നമ്മളിപ്പോൾ ഏതിപ്പോൾ തക്കാളിയാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ തക്കാളി ഐറ്റം സെലക്ട് ചെയ്യാം. നമുക്ക് ആപ്പ് വെച്ചിട്ട് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വെച്ചിട്ട്, അത് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ വെച്ചിട്ട് തക്കാളി ആണെങ്കിൽ തക്കാളി സെലക്ട് ചെയ്യുക, എത്ര ക്വാണ്ടിറ്റി ആണെന്നുള്ളത്. ഇപ്പോൾ തക്കാളി ടൊമാറ്റോ സെലക്ട് ചെയ്തു, ഒരു 500 kg ആണെങ്കിൽ 500 kg സെലക്ട് ചെയ്തിട്ട് ഇതിനുള്ളിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സിസ്റ്റം അതിലേക്ക് വരും. അതായത് അതിന് വേണ്ട കണ്ടീഷൻസ് മാക്സിമം yield കിട്ടുന്ന രീതിയിൽ അത് സെറ്റ് ചെയ്യും. ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി സെറ്റ് ചെയ്യും. 1 വീക്ക് വരെ കേടുകൂടാതെ ഇരിക്കും. നമുക്കത് ആക്ച്വലി ഇതിന്റെ വോളിയം എന്ന് പറയുന്നത് 10 മെട്രിക് ടൺ ആണ്. 10 മെട്രിക് ടൺ കപ്പാസിറ്റി ഉണ്ട്. അത്രയും സ്റ്റോർ ചെയ്യാം. പക്ഷെ നമുക്ക് മിക്സ് ചെയ്ത്